മകരവിളക്കിന് മുന്നോടിയായി ശബരിമലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പാളുന്നു. മല കയറാനെത്തുന്ന ഭക്തരെ പമ്പ മുതൽ തടയുന്നതായാണ് പരാതി. മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നതിനാൽ പതിനായിരക്കണക്കിന് തീർത്ഥാടകരാണ് ബുദ്ധിമുട്ടുന്നത്. கேரளா கவர்மெண்ட் வஸ்ட் என்ன செய்றோம் செலவு பண்ணிட்டு வரோம் செலவு பண்ணிட்டு வரோம் ஐயப்பனை பார்க்கறதுக்கு. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം മുന്നിലുള്ളപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് തീർത്ഥാടകരിൽ ബഹുഭൂരിപക്ഷവും സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇടത്താവളങ്ങളും ബേസ് ക്യാമ്പായ നിലയ്ക്കലും താണ്ടി പമ്പയിലെത്തുന്നവർ കുളിച്ചു തൊഴുതാൽ ഉടൻ മല കയറി തുടങ്ങും. പക്ഷേ നീലിമല കയറി മുന്നിലേക്ക് പോകുന്തോറും ഭക്തരുടെ ദീർഘമായ കാത്തുനിൽപ്പും ക്യൂവും ആരംഭിക്കും. സന്നിധാനത്തെത്താൻ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ടി വരുന്നതിനാൽ കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമടക്കം വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. மணிகண்டா கொச்சி எல்லாம் ரொம்ப கஷ்டப்பட்டு இம்சப்பட்டு நெக்ஸ்ட் நாங்க சபரிமலைக்கு வரணுமா வரக்கூடாதா அப்படின்றது ரொம்ப ஐடியா இருந்துச்சு. யாரும் கண்ட்ரோல் இல்லை எங்களுக்கு. ரொம்ப ரிஸ்க். இது அதுக்கு சரியா ஒரு டேக் கட்டி ஒரு முறையான ஒரு இது கொடுத்தாங்கன்னா பெருவழி போறேன் கொஞ்சம் ஈஸியா வரலாம். പല സ്വാമികളും കൂട്ടം കൂട്ടായി പല സ്ഥലത്തും കയറി ആകെ ഒരു അരക്ഷിതാവസ്ഥയായിരുന്നു അവിടെ. ജനുവരി 1 മുതലുള്ള ദിവസങ്ങളിൽ 7 ലക്ഷത്തിൽ പരം അയ്യപ്പന്മാരാണ് മല ചവിട്ടി ദർശനം നേടിയത്. ശരാശരി 1 ലക്ഷത്തിനടുത്ത ആളുകൾ ഓരോ ദിവസവും ശബരിമലയിലെത്തുന്നു. എന്നാൽ ക്ഷീണിച്ച് തളർന്നവരും അഭിഷേകത്തിനായി കാത്തുനിൽക്കുന്നവരും മലയിറങ്ങാൻ വൈകുന്നത് പോലീസിനും വിവിധ സേനകൾക്കും തലവേദനയാവുകയാണ്. അതുകൊണ്ട് തന്നെ മകരവിളക്ക് മുന്നിൽ കണ്ട് വരും ദിവസങ്ങളിൽ ഇനിയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് കൃഷ്ണപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ലെവിൻ കെ വിജയൻ, ഇൻ റിപ്പോർട്ടർ, സന്നിധാനം.